മണ്ണില്ലാത്തത് എങ്ങനെയാണോ കടമെടുക്കുന്നേ? അതെ, ഇന്ന് ഇവിടെ എല്ലാം പണി. പിന്നെ എവിടെയാ? ദേ ആ വീട്ടിലെ പറമ്പിലാ. നിങ്ങളൊന്ന് വേഗം വന്നേ. വരുവാന്നേ. ചേച്ചിയെ ചേച്ചി എത്തിയാ? കാലത്തെ പോലെ കാത്തിരിക്കുക. എന്തെത്ര വൈകിയത്? ഒരു അബദ്ധം പറ്റില്ലെന്ന്. ഇവളുമാര് പറമ്പ് മാറി കളിച്ച് പറമ്പ് മാറി കളിച്ചോ വീട് മാറി കളിച്ചോ അന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. നാളെ എന്റെ കൊച്ചിന്റെ പിറന്നാളാ. കണ്ട നാട്ടുകാരും ബന്ധുക്കളുമായിട്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നതാ. ഈ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി തന്നേക്കണം. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും തീരത്തില്ല കേട്ടോ. ഒരു 3 ദിവസം പിടിക്കും. 3 ദിവസം മുറ്റത്തെ 3 ഇല്ലാണെങ്കിൽ പഠിക്കുന്നത് കമ്പ്യൂട്ടറൊന്നുമല്ലോ ഞങ്ങളല്ലേ. അപ്പൊ 3-4 ദിവസമൊക്കെ പിടിക്കും. അതെ ആണോ? അപ്പഴേ നിങ്ങൾക്ക് സമയത്തിന് കപ്പയോ കാപ്പിയോ തീയോ എന്താണോ ഞാൻ കൊണ്ട് തന്നേക്കാം. വൃത്തിയാക്കി തന്നാ മതി. എന്നാ പിന്നെ ചായ വെച്ചിട്ട് തുടങ്ങാം. പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. കുമാരി കുമാരി എന്താ പണിക്ക് വരാതിരുന്നേ? അയ്യോ അതൊരു സംഭവം ഉണ്ടായിട്ടോ. അതെ, എന്റെ 500 രൂപ വിലയുള്ള ഷർട്ട് കിണറ്റിൽ പോയി. അത് എടുക്കാൻ വേണ്ടി ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വന്നു. 500 രൂപയുടെ ഷർട്ട് എടുക്കാൻ ഫയർഫോഴ്സ്? 500 രൂപയുടെ ഷർട്ട് എടുക്കാൻ ഫയർഫോഴ്സിനെ വിളിക്കോ? അതേടി, ആ ഷർട്ടിനുള്ളിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. അതെ, നീ എന്താ ചെയ്യുന്നത്? ഞാൻ അഞ്ചാറ് വേറെ വെറുവാ. ഇത് കൊണ്ടുവന്ന് ചേട്ടാ എനിക്ക് എന്റെ വീട്ടിൽ അത്താഴം വെക്കാം. അപ്പൊ നിങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനാണ് നിങ്ങൾ വരുന്നത്, അല്ലാതെ ഇവിടെ പണിയെടുക്കാനല്ല. ആ വീട്ടുകാരിൽ എന്നാൽ കണ്ട് എന്ത് മോശമാണെന്നറിയോ? പിന്നെ ഞാൻ അഞ്ചാറ് തുണി പറക്കിക്കൊണ്ടുള്ളത് അവരെ കാണിച്ചോണ്ടല്ലേ. എന്തായാലും എനിക്ക് കൂടി ഉള്ളത് എടുത്തോ. സമയം എത്രയായി? 10-10:30 ആയെന്നാണ് തോന്നുന്നത്. എനിക്ക് നിന്റെ വയറ്റിൽ ഞാൻ കോഴി കുഞ്ഞുങ്ങളുണ്ടോ? ചേച്ചിമാരെ കാപ്പി റെഡി ആയിട്ടോ. കപ്പയുണ്ട്. എന്നെ പറഞ്ഞു ചേച്ചി, ഞങ്ങൾ ഇവിടെ തിന്നാനൊന്നും വന്നതല്ല. ഞങ്ങൾ എപ്പാന്നെയാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ടുള്ളൂ തീറ്റയൊക്കെ. അവിടെ പറഞ്ഞത് നേരം. എനിക്കാണെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന പച്ച വെള്ളം കഴിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ആരെങ്കിലും ഒക്കെ നിർബന്ധിക്കുന്നല്ലോ നോക്കാം. എനിക്ക് കപ്പ വയറ്റി പിടിക്കൂലേ. അപ്പഴേ ഗ്യാസാ. എന്ത് ചെയ്യാ? തൊഴിലിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ് എനിക്കൊക്കെ. വേണ്ട വേണ്ടാന്ന് പറഞ്ഞോളൂ. ഇരിക്കുന്നില്ലേ? ഓ എവിടെമാരല്ലേ പണിയെടുക്കുന്നേ? അവര് കഴിക്കട്ടൊന്ന്. മീൻകറി ഒന്ന് കൂട്ടി ഒതുക്കേ. മീൻകറി നല്ല ടേസ്റ്റാട്ടോ. ചേട്ടനെ പുഴയിലും ചൂണ്ടയൊക്കെ പിടിച്ച മീനാ. ഞാനവിടെ വല വീശി പിടിച്ചതായിരിക്കും. പണ്ടൊന്ന് വല വീശിയത്. അതിന്റെ വല കണ്ട കൈയിരിക്കുന്നത്. അതിന്റെ വൃത്തിയാണ് ആളെ. തോറ്റടി, നീ തോറ്റു. വെറുതെ ഇരിക്കുന്നത് എന്തൊരു ആർത്തടിയുന്ന പെണ്ണിനാ. എല്ലാവരും കാപ്പിട്ട് കഴിച്ചല്ലേ? ഇത് കേട്ടോ, അനിയുടെ വീട്ടിൽ പോയി ഞാൻ ഒരു ആഹാരം കഴിക്കാറില്ല കേട്ടോ. എവളുമാരുടെ വയറ് നിറഞ്ഞ എന്റെ വയറ് നിറഞ്ഞ മണിയോ എനിക്ക് ഒത്തിരി എഴുതാനുണ്ട് കേട്ടോ. എപ്പോ നോക്കിയാലും ഇവിടെ എഴുതാൻ മതി. എന്തൊന്നും ഇതിന് മാത്രം എഴുതി കൂട്ടുന്നത്. നീ എഴുതിയ സമയം മതിയടി. ഞാനാ? ഞാൻ ഒരു നിമിഷം എഴുതിയ നിങ്ങൾ പണി. ഞാൻ ഇപ്പൊ കേട്ടോ. ഞാൻ നിൽക്കട്ടോടി. നീ ആ പെണ്ണിനോട് ഇച്ചിരി കഞ്ഞോളം കൊണ്ടുവരാൻ പറ. പക്ഷേ ഒരിച്ചിരി കഞ്ഞോളം കൊണ്ടുവരേ. ഇച്ചിരി പട്ടിപ്പോയി. കഞ്ഞിന്ന് പറയണേ. കഴിഞ്ഞ ദിവസം കേട്ടിട്ടില്ല എന്തൊരു ബഹളം കേട്ടെ. ഒന്നും പറയണ്ടേ പക്ഷേ എനിക്ക് മരുമോളെന്ന് പറഞ്ഞ എത്തിയിട്ടല്ല. നേരെ ഇവിടുത്തെ 9 മണി വേണ്ട അവിടെ പോയെന്ന് എഴുന്നേക്കൂല. എഴുന്നേറ്റാല് ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ കാലുമ്മ കാലിക്കേറ്റി ഇരുന്നോളൂ. തിന്നാനും കുടിക്കാനും ഞാനവിടെ മുന്നിൽ വെച്ചോട്ടണം. അപ്പൊ ചേച്ചിയുടെ ആരോഗ്യം അടിച്ച മോക്കെങ്ങനെയുണ്ട്? അയ്യോ അവർക്ക് സുഖം കേട്ടാ. ഒരു 10-10:30 എഴുന്നേറ്റാ മതി. എഴുന്നേറ്റാ ടി വി കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് അവരുടെ അമ്മായിമ്മ തിന്നാനും കുടിക്കാനും എല്ലാം അവിടെ മുന്നിലെത്തിക്കും. ഇതാടി അമ്മ അമ്മായിമ്മ തമ്മിലുള്ള വ്യത്യാസം. കന്യാചരി
പെൻഷൻ തുടങ്ങിയതേ ഉള്ളൂ. എന്റെ പൊന്നേച്ചി, എനിക്ക് ഈ പണിക്കൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വെറുതെ വീട്ടിൽ പട്ടിണി കിടക്കണ്ടെന്ന് വെച്ച് വരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അതേ വന്നല്ല വനമാല. അപ്പൊ ഫർണിച്ചറിലൊക്കെ തട്ടിട്ട് എന്റെ പൊന്നിന്റെ കാല് അതേപോലെയൊക്കെ തട്ടി മുഴങ്ങാൻ കെട്ടി ആ ഫർണിച്ചറൊക്കെ വിറ്റിട്ട് വരികയാണെങ്കിൽ അവനെ ഞാൻ ദിവസം മുട്ടിട്ടേക്കാൻ എത്ര കുപ്പിയാണ് നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്. അതിൽ ഒരു ബീറിന്റെ കുപ്പിയെടുത്ത് നീ വിറ്റ് കഴിഞ്ഞാൽ 3 രൂപ ഈ 1 കിലോ റേഷനിക്ക് എന്താ? 2 രൂപയാ. 2 രൂപ കൊടുത്ത് 1 കിലോ റേഷനി മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ മിച്ചം വരും? 1 രൂപ കിട്ടും. ആ 1 രൂപ നമുക്ക് സമ്പാദിക്കാൻ വേണ്ടിയാണ്. നീ ആ കൊള്ളാനാടാ രമണ. നിനക്ക് ഞാൻ പറ്റിച്ചില്ലേ? ഞാൻ വീട്ടിലോട്ട് ഓരോ ഞാൻ നന്നാക്കാൻ നോക്കണ്ട. രമണ നന്നായിക്കോളാം. എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ കിടന്ന് നാളെ കാണുന്നില്ല. ഇല്ല ചേച്ചി, എനിക്ക് ഉറപ്പാ അത് ഇവിടെ എവിടെയോ വീട് കണ്ട് 2 കിലോ തൂക്കൂലാത്ത കൊച്ചിന്റെ പേര് എന്തിനാ 2 പവന്റെ മാല ഇട്ടത്? തീരെ ഇരിക്കപ്പെടാ മനുഷ്യനെ കുറച്ച് വെള്ളം പോയി. അപ്പൊ 2 പവന് അത് പിന്നെ തൊഴിലുറപ്പ്. എന്റെ പൊന്നു ചേച്ചി, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്റെ പൊന്നു ചേച്ചിമാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് തൊഴിൽ ഉറപ്പ് പദ്ധതിയല്ല, തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ്. വിസ്മയകരമായ അഭിനയത്തിലൂടെ ജന്മത്തിലെ കാണുന്നത് ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിച്ച അമ്മമാർക്ക്